ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത്രയും ഒരു സമയം അല്ലെ മലയാള സിനിമയിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇത്രയും സമയം നീട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യകാലത്തൊക്കെ ചിന്തിക്കാത്തതാണ്. അപ്പോൾ അത്രയും വലിയൊരു ചലഞ്ച് എടുക്കുമ്പോൾ അത് പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടണം, പുരസ്കാര വേദിയിൽ എത്തണം എന്ന് ആരായാലും മനുഷ്യൻ ചിന്തിച്ചു പോകുന്നതാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ കൂട്ടായ്മകളിൽ പറഞ്ഞിരുന്നോ ഇത് നമുക്ക് ആ രീതിയിൽ അല്ലെ അങ്ങനെ ഒരു അർഹമായ അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തുന്ന ഒരു പ്രതീക്ഷയൊക്കെ പരസ്പരം പങ്കുവച്ചിരുന്നോ? 2008 ഈ സിനിമ ആദ്യം ചിന്തയിൽ വരുന്ന സമയം മുതൽ ബ്ലസ്സേട്ടനും ഞാനും തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത്, ഈ സിനിമ നമ്മുടെ മനസ്സിൽ കണ്ട ഒരു വിഷൻ ഉണ്ടല്ലോ, അതിലേക്ക് യാതൊരു കോംപ്രമൈസും കൂടാതെ നമുക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. ആ ഒരു പ്രോസസ്സിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപും ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷവും ഒക്കെ തന്നെ. അപ്പോഴൊന്നും ആ ഒറിജിനൽ വിഷനിലേക്ക് ഒരു അയോട്ട ഓഫ് കോംപ്രമൈസ് കടന്നുകൂടാൻ ബ്ലസ്സേട്ടൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ഘടകമായിട്ട് പറയേണ്ടത്. സത്യത്തിൽ ഈ ഡിസ്കഷൻസിൽ ഒന്നും തന്നെ ഒരിക്കൽ പോലും എന്റെ ഓർമ്മയിൽ ബ്ലസ്സേട്ടൻ ഞാനും ഇരുന്നിട്ട് ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടുമായിരിക്കുമല്ലേ എന്ന് ഞങ്ങൾ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് ഈ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അത് വലിയ സന്തോഷം. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഒറിജിനലി ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഞാനത് പറയാൻ കാര്യം ഇപ്പൊ ഈ 2008-2009 കാലഘട്ടത്തിൽ ഇന്നത്തെ ആടുജീവിതത്തിന്റെ ഒരു വിഷനെ കുറിച്ച് പലരോടും പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ, എല്ലാവരും അല്ല കൂടുതലും ആൾക്കാർ ഒരേ സ്വരത്തിൽ ബ്ലസ്സേട്ടനോടും എന്നോടും പറഞ്ഞത് അസാധ്യമാണ് ഈ സ്വപ്നം എന്നാണ്. അപ്പൊ അങ്ങനെ അസാധ്യമായ ഒരു സ്വപ്നത്തിനെ സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ എടുത്തൊരു എഫേർട്ടിന് എന്നിങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നു. അത് വലിയ സന്തോഷം. അങ്ങനെ അതിനെ കാണാൻ സാധിക്കും. ശരിയാണ്, ആ അസാധ്യമായ എഫേർട്ട് ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം ആ സിനിമ പ്രാവർത്തികമാക്കുക, അത് എല്ലാ ഭാഷകളിലുമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. പൃഥ്വിരാജ് എന്ന നടൻ, സംവിധായകൻ, അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലകളിലും ഊർജ്ജസ്വലതയോടെ നിൽക്കുന്ന പൃഥ്വിരാജിന് ഈ പുരസ്കാരങ്ങൾ ഇനി വരാൻ പോകുന്ന നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ അല്ലെ വലിയ ചലഞ്ചുകളാണ്. നിങ്ങൾ പ്രതിഭകൾക്ക് വെല്ലുവിളികൾ നിറഞ്ഞ ലോകമാണല്ലേ? അതെ, വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ പെട്ട ഒരാളാണ് ഞാനും. അപ്പോ എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ വലിയ എഫേർട്ടുകൾ അതിന് പിന്നിലുണ്ടാകണം. ആ എഫേർട്ടുകൾ അതിന്റെ പൂർണ്ണ അർപ്പണ ബോധത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ളത്. അപ്പോ ഇനിയും ഇതൊക്കെ ഒരു ലാൻഡ്മാർക്ക് വർഷമാണ് ശരിക്കും മലയാള സിനിമയ്ക്ക് കഴിഞ്ഞ വർഷം കടന്നുപോയത്. അപ്പൊ അതൊരു വൺ ഓഫ് ഇയർ ആകാതെ അതൊരു പുതിയ തുടക്കവും, ഇവിടെ നിന്ന് മലയാള സിനിമയുടെ പ്രയാണം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാള സിനിമയെ കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഭയങ്കരമായ അഭിമാനം തോന്നുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പൊ അതിനിയും നമ്മൾ ആ ഒരു ലെഗസി, ഈ ജനറേഷൻ, നമുക്കെയും ലാലേട്ടനും ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ലെഗസി ഇനി ഈ ജനറേഷൻ ഇനി അതിനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഞാൻ. അല്ല ശ്രീ പൃഥ്വിരാജ്, അതാണ് അങ്ങ് പറഞ്ഞതുപോലെ മറ്റ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടുന്ന സ്വീകാര്യത. അപ്പൊ അങ്ങയുടെ തന്നെ ഹിന്ദി പടത്തിന്റെ പരിപാടിക്ക് ആടുജീവിതത്തിന്റെ ട്രെയിലർ ഇടാൻ അക്ഷയ് കുമാറാണ്, അദ്ദേഹമാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? അങ്ങനെ ഒരു എല്ലാവരും ചേർന്ന ഒരു വലിയ ഒരു സൗഹൃദത്തിന്റെ വലയവും സ്വീകാര്യതയും ഒക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അല്ല, അത് ആക്ച്വലി ആടുജീവിത സിനിമ മാത്രമല്ല, അത് മലയാള സിനിമ കളക്റ്റീവ്ലി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ്ലി വളരെ നല്ല സിനിമകൾ സൃഷ്ടിക്കുകയും ഒരു ഗ്രൂപ്പ് ഓഫ് റിയലി ടാലന്റഡ് യങ് ഫിലിം മേക്കേഴ്സ്, ആർട്ടിസ്റ്റുകൾ, പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തന്നെ മലയാള സിനിമയിൽ സജീവമാവുകയും ചെയ്തതിന്റെ ഫലമായി സംഭവിച്ചാണ്. ഇപ്പോൾ തന്നെ ഞാൻ മന്ത്രി പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കാനിടയായത് 38 മറ്റോ സിനിമകൾ അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ പരിഗണിച്ചതിൽ 22 സിനിമകൾ നവാഗത സംവിധായകരാണെന്നാണ് ഞാൻ കേട്ടത്. അത് ശരിക്കും ട്രൂലി ഇൻസ്പയറിംഗ് ആണ്. അതൊരു വളരെ എക്സൈറ്റിംഗ്, പ്രോമിസിംഗ് ഫ്യൂച്ചറിലേക്ക് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോ അതിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനാണ്. ബിക്കോസ് മലയാള സിനിമയിൽ അത്രയും ഫ്രഷ് ന്യൂ സ്കിൽ ഉണ്ട് എന്നറിയുന്നതിൽ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് എനിക്ക്. ഒന്നുകൂടി ചോദിച്ചോടെ, സമയം അധികം അപഹരിക്കുന്നു എന്നറിയെങ്കിലും ഇനിയും ഇതുപോലൊരു പ്രോജക്റ്റിനോ ഒരു കഥാപാത്രത്തിനോ വേണ്ടി ഇത്രയും ദീർഘനാൾ അർപ്പിക്കാൻ മനസ്സിന് കരുത്തിനിയുണ്ടല്ലേ? ദീർഘനാൾ അർപ്പിക്കാനൊക്കെ തീർച്ചയായിട്ടും മനസ്സിന് കരുത്തുണ്ട്. ഞാൻ ഈ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി ശാരീരികമായിട്ട് ചെയ്തൊരു സാഹസമുണ്ട്. അത് ഞാൻ ഇനി ചെയ്യില്ല. കാരണം ഐ ഡോണ്ട് നോ, അത് ഇനി ഒരിക്കൽ കൂടി ചെയ്താൽ ഐ ഡോണ്ട് നോ. അമ്മ തന്നെ ചീത്ത പറയാൻ തോന്നുന്നു അല്ലേ? അല്ല, അമ്മ പറയുന്നത് മാത്രമല്ല, ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് അറ്റ്ലീസ്റ്റ് ഫോർ മീ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫിസിക്കലി പോസിബിൾ. എനിക്കറിയാം ഇങ്ങനെ ഇപ്പൊ ഈ ക്രിസ്ത്യൻ ഡെയിൽ പോലുള്ള ആക്ടേഴ്സ് ഒക്കെ വീണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്കത് ഫിസിക്കലി പോസിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ ഒരു പ്രാവശ്യത്തിന് ഞാൻ മുതിരില്ല. ദീർഘസമയമൊക്കെ ഇനിയും തീർച്ചയായിട്ടും ഇതുപോലൊരു സിനിമയ്ക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഒരു കുഴപ്പമില്ല. അല്ല, അതൊക്കെ മുതിരണം, അങ്ങനെ പിന്മാറരുത്. ഇനിയും ശരീരം കൊണ്ട് എന്താ അഭ്യാസം അല്ലേ?
ആടുജീവിതം എന്ന സിനിമ ഇനി ഞാൻ പറഞ്ഞൊരു ഒരു ഒരു ഡ്രീം സിനിമയ്ക്ക് വേണ്ടി ഒരു സംവിധായകനും നടനും ഇത്രയും വലിയൊരു എഫേർട്ട് ഇട്ടിട്ട് അതിനൊരു വലിയ ഒരു വലിയ ഒരു അംഗീകാരവും സക്സസും ഒക്കെ കിട്ടിയല്ലോ ബ്ലസ്സേട്ടനും എനിക്കും ആ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. അപ്പൊ ആടുജീവിതം ഇനി ഒരു ഫ്യൂച്ചർ ജനറേഷൻ ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഇതുപോലൊരു വലിയ സ്വപ്നം ഒരു ഫിൽം മേക്കറിനോ ഒരു ആർട്ടിസ്റ്റിനോ ഉണ്ടെങ്കിൽ ആടുജീവിതം കണ്ടില്ല, അവർ അത്രയും വലിയൊരു എഫേർട്ട് എടുത്തതിന് അതിന്റെ ഗുണം അവർക്ക് കിട്ടിയല്ലോ എന്നുള്ളത് ഇനിയൊരു ഭാവി തലമുറയ്ക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ ആകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഒരുപാട് നന്ദി ശ്രീ പൃഥ്വിരാജ്. ഒരുപാട് അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇനിയും വരട്ടെ കിടിലൻ സിനിമകൾ, കിടിലൻ കഥാപാത്രങ്ങൾ. ഒരുപാട് നന്ദി.